ജാഫറിന്റെ മാതാവ് അടുക്കളയിൽ തീ കൂട്ടുകയാണ്. അടുപ്പത്തേക്ക് വെച്ച പാത്രത്തിലെ വെള്ളം തിളപ്പിക്കാൻ അഗ്നിഗോളങ്ങളെ കത്തിക്കുകയാണ്, തീ കത്തിക്കുകയാണ്. അതിൽ വലിയ വലിയ വിറക് കൊള്ളി അഗ്നിഗോളങ്ങളിലേക്ക് അടുപ്പിലേക്ക് നീട്ടപ്പെട്ടിരിക്കുകയാണ്. ആ വലിയ വിറക് കൊള്ളിക്ക് തീ പിടിപ്പിക്കാൻ ജാഫറിന്റെ മാതാവ് ചെയ്യുന്ന ഒരു പണിയുണ്ട്. അതെന്താണ്? ചെറിയ വിറക് കൊള്ളി എടുത്തിട്ട് ആദ്യം ചെറിയ വിറക് കൊള്ളിക്ക് തീ പിടിപ്പിക്കുകയാണ്. ചെറിയ വിറക് കൊള്ളിക്ക് തീ പിടിച്ചു എന്ന് ബോധ്യപ്പെടുമ്പോൾ ആ കൊള്ളി കഷ്ണം ഉപയോഗിച്ചിട്ടാണ് വലിയ തടി കഷ്ണത്തിന് തീ പിടിപ്പിക്കുന്നത്. ഈ രംഗം കണ്ടപ്പോ 4 വയസ്സുകാരനായ കുഞ്ഞുമോൻ, ഒട്ടും പൊട്ടും തിരിയാത്ത മനസ്സിന്റെ നൈർമൂല്യത്തിന്റെ ഉടമയായ നിഷ്കളങ്ക ബാല്യത്തിന്റെ പ്രതീകമായ 4 വയസ്സുകാരനായിരിക്കുന്ന ജാഫർ പൊട്ടിക്കരയുകയാണ്. മാതാവ് അടുത്ത് വിളിക്കുന്നു. കുട്ടിയെ അടുത്ത് വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ജാഫർ, അല്ല എന്റെ 4 വയസ്സുകാരനായ ജാഫറെ, ഈ മാതാവ് അടുക്കളയിൽ തീ കൂട്ടുന്നത് കാണുമ്പോൾ എന്തിനാണ് നീ കണ്ണീർ വാർക്കുന്നത്? നിന്റെ ഹൃദയം വേദന കൊണ്ട് എങ്ങലടിച്ച് കരഞ്ഞു പോകുന്നത് എന്തിനാണ്? അതുകൊണ്ട് ജാഫറെ, എന്തിനാണ് നീ കരയുന്നത് എന്ന് പാവപ്പെട്ട മാതാവ് അടുക്കളയുടെ 4 കെട്ടുകൾക്കുള്ളിൽ വെച്ച് ജാഫറിനോട് ചോദിക്കുമ്പോൾ ആ കുഞ്ഞുമോന് പറയാനുള്ള മറുപടി, മറ്റൊന്നുമല്ല, കഴിഞ്ഞ ആഴ്ച നിങ്ങൾ പറഞ്ഞു തന്ന രാക്കഥയാണ്. അന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ എന്റെ പായയുടെ സമീപത്ത് വന്നിട്ട് ഒരു തലയിണയിട്ടിട്ട് എന്റെ മാതാവ് എന്റെ പാർശ്വഭാഗത്തെ ചുറ്റിപ്പറ്റിയിട്ടങ്ങ് എന്റെ കൂടെ കടന്നുപോയി. അങ്ങയുടെ ശരീരത്തിന്റെ ചൂട് പറ്റിയിട്ട് ഞാൻ ഉറക്കിനോട് മല്ലിട്ട് കൊണ്ട് കിടക്കാൻ പോകുന്ന സാഹചര്യത്തിൽ അന്ന് എനിക്ക് അങ്ങ് പറഞ്ഞു തന്ന കഥ അത് നരകത്തിന്റെ കഥയായിരുന്നു മാതാവേ. ഓരോ ദിവസവും ഓരോ കഥയാണ്. അങ്ങയുടെ കഥകളിലൂടെ മഹ്ശർ കടന്നു വന്നിട്ടുണ്ട്. അങ്ങയുടെ രാത്രിയുള്ള കഥയിലൂടെ സ്വർഗം കടന്നു വന്നിട്ടുണ്ട്. നരകത്തെ പറ്റിയുള്ള പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സിറാത്ത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഖബറിന്റെ ഇരുട്ടിനെ പറ്റി മനസ്സിൽ അങ്ങ് പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ എന്റെ പൊന്നുമ്മ, ഞാൻ കരയാനുണ്ടായ കാരണം കഴിഞ്ഞ ആഴ്ച അങ്ങ് പറഞ്ഞു തന്ന നരകം എന്ന വിഷയത്തെ പറ്റി ചിന്തിച്ചതിന്റെ പേരിലാണ്. അന്ന് എന്റെ മാതാവ് എനിക്ക് ഓതി കേൾപ്പിച്ചു തന്നു, ആ നരകത്തിന്റെ അഗ്നിഗോളങ്ങളിലേക്ക് തീട്ടപ്പെടുന്നതായിരിക്കുന്ന വിറകുകൾ അത് ജനങ്ങളും കല്ലുകളുമാണ്. കല്ല് കത്തിക്കപ്പെടാൻ എത്ര ലക്ഷക്കണക്കിന് ഡിഗ്രി സെൽഷ്യസ് ചൂട് ഈ ഭൂമി ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടണം. ഭീമാകാരമായിരിക്കുന്ന വിറകുകൾ കൊണ്ടുവന്നു, ചാമ്പലായിരിക്കുന്ന കരിയിലകൾ കൊണ്ടുവന്നു. അതിലേക്ക് പെട്രോൾ ഒടിച്ചിട്ട് നമ്മൾ തീ കൊടുത്തു കഴിഞ്ഞാൽ എത്ര വലിയ ഭീമാകാരമായിരിക്കുന്ന അഗ്നിഗോളങ്ങൾ ഈ വിശാലമായ മൈതാനത്തിന്റെ പരവതാനിയിൽ ഒരുക്കപ്പെട്ടു കഴിഞ്ഞാലും ശരി, ആ തീകുണ്ടാരം മണിക്കൂറുകളോളം കത്തിത്തീർന്നാലും ശരി, അവസാനം ഈ മരിപ്പറമ്പിൽ അകപ്പെട്ടു പോയ കല്ല് നമ്മൾ സൂക്ഷ്മമായി പരിശോധനയ്ക്ക് വിധേയമാക്കണം. ആ കല്ലിന് തീയിന്റെ ഒരു പോറൽ പോലും ഏറ്റിട്ടുണ്ടായിരിക്കില്ല. ആ കല്ലിന് തീ പിടിച്ചിട്ടുണ്ടായിരിക്കില്ല. അതിന് പകരം അപ്പുറത്തുള്ള ചിരട്ട ആളി കത്തിയിട്ടുണ്ടാകും, ഇപ്പുറത്തുള്ള വിറക് ചാരമായി പോയിട്ടുണ്ടാകും. അപ്പൊ കല്ല് കത്തിക്കപ്പെടണമെങ്കിൽ എത്ര ലക്ഷക്കണക്കിന് ഡിഗ്രി സെൽഷ്യസ് ചൂട് ഭൗതിക ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടണം. ആ മാതാവാണ് പറയുന്നത്, വഖൂദുഹന്നാസ് വൽ ഹിജാറ, തീ കത്തിക്കപ്പെടുന്ന കല്ല് കത്തിക്കപ്പെടുന്ന നരകം. അഥവാ കല്ലിന് പോലും ആ ചൂട് കത്തിയാൽ കല്ല് പോലും ആളിക്കത്തി പോകാൻ മാത്രം ശക്തിയുള്ള നരകത്തിന്റെ ഒന്നാമത്തെ വിറക് കല്ലിന്റെ കൂടെയുള്ളത് അത് ജനങ്ങളാണ്. അതുകൊണ്ടാണ് മാതാവേ, അങ്ങ് അടുപ്പ് കത്തിക്കുന്ന രംഗം കണ്ടിട്ട് 4 വയസ്സുകാരനായ ജാഫർ പൊട്ടിക്കരഞ്ഞു പോയത് എന്ന് അടുക്കളയുടെ 4 കെട്ടുകൾക്കുള്ളിൽ വെച്ചിട്ട് ജാഫർ പ്രഖ്യാപനം നടത്തുമ്പോൾ ആ ജാഫർ എന്ന് പറയുന്ന കുഞ്ഞുമോനെ സമാധാനിപ്പിക്കാൻ മാതാവ് പറയുന്ന അടുത്ത വാചകമുണ്ട്, എന്തിനാണ് മോനെ നീ വേദന കൊണ്ടുപോകുന്നത്? എന്തിനാണ് നീ സങ്കടപ്പെടുന്നത്? എന്തിനാണ് നീ അസ്വസ്ഥ ചിത്തനായിട്ട് വിലാപം കൊള്ളുന്നത്? നീ 4 വയസ്സുകാരനല്ലയോ? അള്ളാഹു കുഞ്ഞുമക്കളെ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുകയില്ല മോനെ. അവിടെ വലിയ വലിയ ഭീമാകാരികളായ മനുഷ്യന്മാരെ ശിക്ഷിക്കുന്ന സ്ഥലമല്ലയോ നരകം എന്ന് പറയുന്നത്. എന്തിനാണ് 4 വയസ്സുകാരനായ നീ അതോർത്തിട്ട് വിലാപം കൊള്ളുന്നത് എന്ന് പറയും
പറയുമ്പോൾ മാതാവിനോട് കുഞ്ഞുമോൻ പറയുന്ന മറുപടി ചരിത്രത്തിന്റെ ശകലങ്ങളിൽ 1000 വട്ടം ആവർത്തിക്കപ്പെടേണ്ട മറുപടി പോലെ, അനുവർത്തിക്കപ്പെടേണ്ട മറുപടി പോലെ, അടിവരയിടേണ്ട മറുപടി പോലെ കടന്നു വന്ന മറുപടിയാണ്. മാതാവേ, ഞാൻ കരയാനുണ്ടായ ചേതോവികാരം മറ്റൊന്നുമല്ല, അങ്ങ് അടുപ്പത്ത് തീ കത്തിക്കാൻ ആദ്യം ഭീമാകാരമായിരിക്കുന്ന വിറക് വെച്ചു. ആ വലിയ വിറകുകൾക്ക് നേരെ തീ കൊടുക്കുന്നതിന് പകരം ആ വലിയ വിറക് കൊള്ളിക്ക് തീ പിടിപ്പിക്കാൻ വേണ്ടി ചെറിയ കൊള്ളിക്കഷ്ണം ഭൂമിയിൽ നിന്ന് എടുത്തുകൊണ്ടുവന്നു. ആ ചെറിയ കൊള്ളിക്കഷ്ണത്തെ തീ പിടിച്ചതിന്റെ ശേഷം അതുകൊണ്ടല്ലയോ അങ്ങ് വലിയ കൊള്ളിക്കഷ്ണത്തിന് തീ പിടിപ്പിച്ചത്? അതുപോലെ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്ന ഭീമാകാരികളായിരിക്കുന്ന മനുഷ്യന്മാരുടെ ശരീരത്തിന് തീ പിടിപ്പിക്കാൻ ചെറിയ കൊള്ളിക്കഷ്ണങ്ങളായ 4 വയസ്സുകാരന്മാരായ എന്നെ പോലെയുള്ള മക്കളുടെ ശരീരമാകുന്ന കൊള്ളിക്കഷ്ണങ്ങൾ ഇതുപോലെ ഉപയോഗിക്കപ്പെടുമോ മാതാവേ എന്നാലോചിച്ചതിന്റെ പേരിലാണ് ജാഫർ വിലാപം കൊണ്ടുപോയത് എന്ന് മറുപടി പറയാൻ 14 മുമ്പ് പ്രവാചക തിരുമേനിയുടെ സന്താന പരമ്പരയിൽപ്പെട്ട ജാഫർ സ്വാദിഖ് എന്ന് പറയുന്ന 4 വയസ്സുകാരന് ചരിത്രത്തിന്റെ ദശാസന്ധികളിലൂടെ കോർത്തിണത്തിട്ട് വാരിയെടുക്കാൻ നമുക്ക് സാധിച്ചു എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, എത്ര അഗ്നിഗോളങ്ങളാണ് നമ്മുടെ അടുക്കളയിൽ ചാരങ്ങളായി പോകുന്നത്. ഏതെങ്കിലും നമ്മുടെ കുട്ടിയുടെ ചിന്താമണ്ഡലങ്ങളിലേക്ക് ഒരു അഗ്നിഗോളത്തെ പരിചയപ്പെടുത്തിയിട്ട് നരകാഗ്നിയെപ്പറ്റി പുരസ്കരിക്കാൻ ഇത്ര കാലം ഇത്ര മക്കൾക്ക് ജന്മം കൊടുത്തിട്ട് നമുക്ക് സാധിച്ചോ മാതാവേ, സാധിച്ചോ പിതാവേ? അതാണ് മക്കൾ ചർച്ച ചെയ്യപ്പെടുന്ന നമ്മുടെ ഈ സദസ്സിന്റെ മുമ്പിൽ നിർണായകമായിരിക്കുന്ന വിലയിരുത്തൽ പോലെ നമ്മുടെ നെഞ്ഞത്ത് കൈവച്ചിട്ട് നമ്മളോട് നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ഇത് പ്രസക്തമാണ്. ഇത് കാലത്തിന്റെ പലകപ്പുറത്ത് കോറിയിടപ്പെടേണ്ട യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ പിതാവിന് അച്ചടക്കമുണ്ട്. വാടക ഗർഭപാത്രങ്ങളാണ് ഇന്ന് ഇന്ത്യ രാജ്യത്തിന്റെ മെട്രോ സിറ്റികളിൽ ഉപയോഗിക്കപ്പെടുന്നത്. പണ്ടേ നീ പ്രസവിക്കാനുള്ള ഒരു യന്ത്രം മാത്രമല്ല, ഒരു പ്രസവ യന്ത്രമായിട്ടല്ല മാതാവിനെ കണ്ടത്. ആ മാതാവാണ് അവന്റെ മടിത്തട്ട്, ആ മാതാവാണ് അവന്റെ ആദ്യത്തെ മതപാഠശാല. അല്ലുമ്മ മദ്റസ മാതാവാണ് ഒരു കുട്ടിയുടെ മതപാഠശാല. ആ മതപാഠശാലയായിരിക്കുന്ന മാതാവിന്റെ മടിത്തട്ടിലൂടെ ഇസ്ലാമിന്റെ ആത്മീയ ദർശനങ്ങളെ ഉൾക്കൊള്ളാൻ ഒരു കുട്ടിക്ക് സൗഭാഗ്യം ലഭിച്ചു എങ്കിൽ 6ാമത്തെ വയസ്സിൽ മാതാവിൽ നിന്ന് പഠിച്ചെടുത്ത ആ കാര്യം ആ ഉമ്മ 6 അടി മണ്ണിൽ പോയി കിടന്നു. ഇവന് 60 വയസ്സായാലും ശരി, ജന്മമുണ്ടെങ്കിൽ ഇവന്റെ മനസ്സിൽ നിന്ന് ആ യാഥാർത്ഥ്യങ്ങളെ പിഴുതു മാറ്റാൻ ഒരു കാലത്തിന്റെ കാറ്റിനും കോളിനും സാധ്യമല്ല എന്ന തരത്തിലേക്ക് മാതാവാകുന്ന മതസംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അൽ ഉമ്മ മദ്റസത്തുൽ വലദിഹ, മാതാവാണ് ഒരു കുട്ടിയുടെ മതപാഠശാല എന്ന് ലോക തിരുമേനി പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെയാണ് റസൂലുള്ള പഠിപ്പിച്ചത് ഇസ്മഹു. ആദ്യത്തെ റെസ്പോൺസിബിലിറ്റി കുട്ടിയുടെ പേര് നന്നാക്കലാണ്. പേരിന് ചൊറുക്ക് കൂട്ടൽ മാത്രമല്ല, പേര് നന്നാവുക എന്ന് പറഞ്ഞാൽ അത് നല്ല മീനിങ് ഫുൾ ആയിരിക്കണം, പവർഫുൾ ആയിരിക്കണം, അർത്ഥങ്ങളെ ധ്വനിപ്പിക്കുന്നതാകണം. പേരിൽ എന്തിരിക്കുന്നു എന്ന ഡയലോഗ് സവിസ്തരം പ്രതിപാദ്യം ചെയ്യപ്പെടുന്ന ലോകത്തിന്റെ നടുത്തളത്തിൽ ചൈനീസ് പേരുകൾ മുസ്ലിം കുടുംബങ്ങളിലേക്ക് ചേക്കേറി. എല്ലാം ട്രെൻഡൻസി, എല്ലാം പ്രസ്റ്റീജ് എന്ന് വിലയിരുത്തപ്പെടുന്ന ലോകത്തിന്റെ മുമ്പിലേക്ക് നമ്മുടെ കുട്ടികളും നമ്മുടെ അർത്ഥശൂന്യമായിരിക്കുന്ന ബുദ്ധിശൂന്യത കൊണ്ട് ബലിയാടുകളായി കൊണ്ടിരിക്കുന്നുണ്ട്. ഏതൊക്കെയോ പേര് നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പ്രൊണൗൺസിയേഷൻ കിട്ടൂല, അതിന്റെ യഥാർത്ഥ അറബി ഹർഫ് എന്താണെന്ന് തിരിച്ചറിയൂല, അത് ഭാഷ ഏതാണെന്ന് കിട്ടൂല. എന്നാൽ ഇന്റർനെറ്റിൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന ഓൺലൈൻ സംവിധാനത്തിലൂടെ ഇത് സെർച്ച് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് മീനിങ് കിട്ടുന്നു. ആ മീനിങ്ങിൽ വിശ്വസിച്ചിട്ട് അതിന്റെ പിൻബലത്തിലൂടെ കുട്ടിക്ക് പേര് കൊടുക്കാനും അവന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് സംഘടിപ്പിക്കുവാനുമുള്ള ജാഗ്രത ആധുനിക യുവതി യുവാക്കളായിരിക്കുന്ന നവദമ്പതികളിൽ വല്ലാതെ കണ്ടുകൊണ്ടിരിക്കുക. പഴയ കാലത്ത് അങ്ങനെയല്ല, അർത്ഥമുള്ള പേര് ഉസ്താദിന്റെ അടുത്ത് നിന്ന് വാങ്ങല. ഇന്നങ്ങനല്ല, റെഡിമെയ്ഡ് പേര് ഇട്ടിട്ടാണ് ഉസ്താദിന്റെ അടുത്തേക്ക് വരിക. ഉസ്താദിന്റെ പണി എന്താ? ഈ പേരിന് അർത്ഥം ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെയാ. തൊളിക്കുന്ന വഴിക്ക് പോകുന്നില്ലെങ്കിൽ പിന്നെ പോകുന്ന വഴിക്ക് തൊളിക്കുക. ആളുകളുടെ മുമ്പിൽ മാനം കെടാൻ പാടില്ലല്ലോ. എന്തൊക്കെ പേരാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. അതുപോലെ തന്നെ മുസ്ലിം കുടുംബങ്ങളിൽ പരമ്പരാഗതമായിട്ടുണ്ടായിരുന്ന ഒരു മിസ്കൺസെപ്ഷനാണ് വല്യാപ്പാന്റെ പേര് നിലനിർത്താൻ വേണ്ടി പേരക്കുട്ടിക്ക് പേര് കൊടുക്കുക. അത് നല്ലതാണ്. വല്യപ്പാന്റെ പേര് അബ്ദുള്ള ആണെങ്കിൽ, മുഹമ്മദ് ആണെങ്കിൽ, അഹമ്മദ് ആണെങ്കിൽ
വല്ലിപ്പാന്റെ പേര് മരക്കാറാണ്. അതിന്റെ പേരിൽ വല്ലിപ്പ മരിച്ചുപോയി. പിന്നെ മകന്റെ മകന് ഒരു കുട്ടി ഉണ്ടായ സമയത്ത് വല്ലിപ്പാന്റെ സ്മരണ നിലനിർത്താൻ വേണ്ടി പാവപ്പെട്ട ഈ കുട്ടിക്ക് പേര് കൊടുത്തു മരക്കാർ. എന്താ ഈ മരക്കാർ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം? എന്റെ പ്രിയപ്പെട്ടവരെ, ഓരോ ഓഫീസ് വരാന്തയിൽ കയറിയിറങ്ങുമ്പോഴും ഇതിന്റെ പേരിൽ നാണിച്ച് തലതാഴ്ത്താൻ വിധിക്കപ്പെട്ട ബലിയാട് നമ്മുടെ മോൻ. ഒരു അസ്തിത്വമില്ലേ, ഒരു അടിത്തറയില്ലേ? കുന്തും ഖൈറ ഉമ്മ, സാധാരണ ഒരു സമുദായമല്ലല്ലോ, സ്പെഷ്യൽ ഉമ്മ. നിങ്ങളാണ് ഉന്നതരായിരിക്കുന്ന ജനവിഭാഗം. തഅ്മുറൂന ബിൽ മഅറൂഫ്, നിങ്ങളുടെ ഉത്തരവാദിത്തം എന്താണ്? നന്മ കൊണ്ട് കൽപ്പിക്കലാണ്, നന്മയെ അസ്തമാനം കുറിക്കാൻ, നന്മയെ ജനിച്ച മണ്ണിൽ തന്നെ ശവക്കുഴി തോണ്ടാൻ കടന്നു വരുന്ന കാലത്തിന്റെ കശ്മലന്മാരായി പോകാനല്ല നിങ്ങളെ പറഞ്ഞയച്ചത്. തഅ്മുറൂന ബിൽ മഅറൂഫ്, നിങ്ങൾ നന്മ കൊണ്ട് കൽപ്പിക്കേണ്ടവരാണ്. വതൻഹൗന അനിൽ മുൻകർ, നിങ്ങൾ തിന്മയുടെ അന്തകനായിട്ട് ഭവിക്കേണ്ട ആളുകളാണ്. തിന്മയുടെ അന്തകനാകാനുള്ളവരാണ്, നന്മയുടെ ഉപാസകനാകാനുമുള്ളവരാണ്. അതുകൊണ്ട് ആദ്യം ഇസ്ലാം പഠിപ്പിച്ചത് നല്ല പേര് കൊടുക്കാനാണ്. 3 മക്കളുണ്ടായിട്ട് ഏതെങ്കിലും ഒരു കുട്ടിക്ക് നിങ്ങൾ അബ്ദുള്ള എന്ന പേര് കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇസ്ലാമിന്റെ സംസ്കാരത്തോട് പൂർണ്ണാർത്ഥത്തിൽ നീതി ചെയ്യാൻ മുന്നോട്ട് വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ അതൊരു ഭീമാകാരമായ തെറ്റാണ് എന്ന് നിങ്ങൾ ധരിച്ചു പോകരുത്. എന്നാൽ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു വാചകം പറഞ്ഞുപോയി പേരിനെ ഉദ്ധരിച്ചിട്ട് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ മക്കൾക്ക് മുഹമ്മദ് എന്ന പേര് കൊടുക്കുകയാണെങ്കിൽ ഈ പേരിന്റെ ഉടമക്ക് ഹിസാബ് വളരെ എളുപ്പമായിട്ട് സ്വർഗത്തിലേക്ക് പോകാൻ ഈ പേര് അവനെ സഹായിക്കും. അതുപോലെ തന്നെ മഹാന്മാരുടെ പേരിടുക, അംബിയാ മുർസലീങ്ങളുടെ പേരിടുക. അങ്ങനെ ഇട്ട് കഴിയുമ്പോൾ ഒരു കുട്ടിക്ക് ഇപ്പൊ ഷുഐബ് എന്നാണ് പേരെങ്കിൽ അവനെ പിന്നെ ഷുഐബ് എന്ന് പലപ്പോഴും വിളിക്കപ്പെടുമ്പോൾ ഒരു പ്രവാചക നാമം ചരിത്രത്തിൽ ഇങ്ങനെ മുഴക്കപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു മഹാനായിരിക്കുന്ന നബിയെ സ്മരിക്കപ്പെടുന്നു. ആ സ്മരണയിൽ മുഴുവൻ ഇവന് പുണ്യം കിട്ടുന്നു, ഇത് വിളിക്കുന്നവർക്ക് പുണ്യം കിട്ടുന്നു. ഇതൊക്കെ പേരിനെ ഉദ്ധരിച്ചിട്ട് പറയപ്പെട്ട ഗ്രന്ഥങ്ങളിൽ മഹാന്മാർ രേഖപ്പെടുത്തിയ വ്യാഖ്യാനങ്ങളാണ്, വിശദീകരണങ്ങളാണ്. അതുകൊണ്ട് തന്നെ അമ്പിയാക്കന്മാരുടെ പേരുള്ള ഒരാൾ ഒരു സദസ്സിലുണ്ടെങ്കിൽ അവൻ കാരണമായിട്ട് ദുആക്ക് പോലും ഇജാബത്ത് കിട്ടാൻ അർഹതയുണ്ട് എന്നും ചരിത്രത്തിന്റെ ശകലങ്ങളിൽ നമുക്ക് കണ്ടെത്താൻ സാധ്യമാണ്. പക്ഷേ ഈ പേര് ഇന്നൊരു ട്രെൻഡായിരിക്കുന്നു. എന്ത് പേരുടെ പേരിനോട് നീതി പുലർത്താൻ നമുക്ക് സാധിക്കുന്നില്ല. അവിടെയാണ് ഇസ്ലാം മക്കളെ ഉദ്ധരിച്ചിട്ട് നമ്മളെ പഠിപ്പിച്ചത് അവന്റെ പേരിനെ നന്നാക്കലാണ്, അഥവാ അർത്ഥസമ്പുഷ്ടമായിരിക്കുന്ന പേര് കൊടുക്കലാണ് നിങ്ങൾക്ക് ഏറ്റവും അനിവാര്യമായിരിക്കുന്ന പേര്. റസൂലുള്ളാഹി തങ്ങൾ ഒരു മനുഷ്യന്റെ കണ്ടു, പേര് ലക്ഷണമില്ല. അദ്ദേഹത്തിനോട് പറഞ്ഞു, നിങ്ങളെ പേര് മാറ്റണം. അദ്ദേഹം മാറ്റാൻ തയ്യാറായില്ല, ചരിത്രത്തിൽ കാണാം. അതുകൊണ്ട് തന്നെ ആ പേരിന്റെ അർത്ഥമുള്ള സ്വഭാവം പിന്നെ പലപ്പോഴും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പ്രകടമായി അത് അവലക്ഷണമായിട്ട് സ്വഹാബത്ത് കാണാറുണ്ടായിരുന്നു. പലപ്പോഴും സഹാബി ഫലിതമാരുടെ പേര് മാറ്റാനും സഹാബിമാരുടെ പേര് മാറ്റാനും അല്ലാഹുവിന്റെ റസൂൽ മുന്നോട്ട് വന്നിട്ടുണ്ട്. കാരണം എന്തു പേരുടെ ധീരതയുടെ പര്യായമായിട്ടും പേരിടാം. രണ്ടാമത്തെ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചെയ്യാനുള്ള ഉത്തരവാദിത്തം അവന്റെ ഭക്ഷണം, അവന്റെ വയറ്റിലോട്ട് ചെല്ലുന്ന ഭക്ഷണം ഹലാലാണോ ഹറാമാണോ എന്ന് അസന്നിഗ്ധമായി തീരുമാനിക്കുവാനുള്ള ഒരു കാപ്പബിലിറ്റിയിലേക്ക് നിങ്ങൾ എത്തിച്ചേരുക. മഹാനായ ഷാഫി ഇമാമിനോട് മുതഅല്ലിമീങ്ങൾ ചോദിച്ചു, അല്ല ഉസ്താദെ, എല്ലാ വേദികളെയും അതിജയിച്ച് അങ്ങ് മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ്, അങ്ങയുടെ ഉന്നതിയുടെ രഹസ്യം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഷാഫി ഇമാം പറഞ്ഞ മറുപടി, എൻ്റെ ഉമ്മ മുല തരുന്ന സാഹചര്യത്തിൽ വുളു എടുക്കാതെ എനിക്ക് അമ്മിഞ്ഞപ്പാൽ തന്നിട്ടില്ല. ഇമാമുന ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി. വയുഹസ്സിന മുർലിഅഹു, കുട്ടിയുടെ ഭക്ഷണം അന്നം പവിത്രമാവണം. ഇമാമുൽ ഹറമൈനെ പറ്റി റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിന്റെ നിയോഗത്തിലെ വാദപ്രതിവാദത്തിന്റെ വേദികളിലെ ഏറ്റവും കർമ്മശാസ്ത്രത്തിന്റെ നിരൂപകനായ പണ്ഡിതനാണ് മഹാനായ ഇമാമുൽ ഹറമൈൻ. ആ ഇമാമുൽ ഹറമൈനി റഹ്മത്തുള്ളാഹി അലൈഹി ചെറിയ കുട്ടിയായിരുന്ന സമയം ചരിത്രത്തിൽ നമുക്ക് കാണാം. തന്റെ മാതാവ് ഒരു വലിയത്തായിരുന്നു, അഥവാ അള്ളാഹുവിനോട് ഏറ്റവും അടുപ്പമുള്ള ഒരു സാത്വികയായ സ്ത്രീയായിരുന്നു. ആ മാതാവ് ഹലാലല്ലാത്തതൊന്നും ഭക്ഷിച്ചിട്ടില്ല, ഹറാമൊന്നും ചെയ്തിട്ടില്ല. ആ മാതാവിന്റെ മുലപ്പാല് കുടിച്ച് വളരുന്ന ഈ കുട്ടിയെ ഒരു ദിവസം മാതാവ് ഉറക്കിക്കടത്തി ദൂരെ ദിക്കിലേക്ക് കടന്നുപോയി.
മാതാവ് വരും മുമ്പേ ഉറക്കിൽ നിന്ന് എണീറ്റ ഈ കുഞ്ഞുമോൻ, അല്ലെങ്കിൽ വാ പൊളിച്ച് കരഞ്ഞ കുഞ്ഞുമോൻ തൊണ്ട പൊട്ടുമാറ് അലറി വിളിച്ചപ്പോ അയൽപ്പക്കക്കാരിയായ ഒരു സ്ത്രീ വന്ന് ഈ കുട്ടിയെ മാറോട് ചേർത്തിട്ട് ഈ കുട്ടിക്ക് മുല കൊടുത്തു. ഈ പെണ്ണ് തിരിച്ചു പോകുന്ന സാഹചര്യത്തിൽ ഇമാമുൽ ഹറമൈനിയുടെ പിതാവ് അഥവാ ഇമാമുൽ ഹറമൈനിയുടെ ഉമ്മ ദൂരെ പോയതാണ്. ആ പെണ്ണിന്റെ ഭർത്താവ് ഇമാമുൽ ഹറമൈനിയുടെ പിതാവ്, സാക്ഷാൽ പിതാവ് പുറത്തുണ്ട്. പിതാവ് വീട്ടിൽ നിന്ന് കുഞ്ഞിന് മുല കൊടുത്തു പോകുന്ന അയൽപ്പക്കക്കാരിയായ പെണ്ണിനോട് ചോദിച്ചു പോയി. പെണ്ണ് പറഞ്ഞു പോയി, നിങ്ങളുടെ കുഞ്ഞുമോൻ വാപ്പൊളിച്ച് കരഞ്ഞത് മുലപ്പാലിന് വേണ്ടിയാണ്. ആ കുഞ്ഞുമോന്റെ മാതാവ് നിങ്ങളുടെ ഭാര്യ തിരിച്ചു വരാതിരിക്കുന്നത് കണ്ടപ്പോൾ കരഞ്ഞു കരഞ്ഞ് ഈ കുട്ടിയുടെ ആത്മാവ് പടഞ്ഞു പോകും എന്ന് ഭയപ്പെട്ടപ്പോൾ ഞാൻ ആ കുഞ്ഞുമോനെ വന്നിട്ട് മുലപ്പാല് കൊടുത്തു, അതുകൊണ്ട് ഞാൻ തിരിച്ചു പോവുകയാണ് എന്ന് പറഞ്ഞ് അയൽപ്പക്കക്കാരി തന്റെ വീട്ടിലേക്ക് കടന്നുപോയി. ഇമാമുൽ ഹറമൈനിയുടെ പിതാവ് ഈ സത്യസന്ധമായ വാർത്ത മനസ്സിലാക്കി തന്റെ കുഞ്ഞുമോനെ കാലും കൈയും മുകളിലേക്ക് പിടിച്ചിട്ട് തല താഴോട്ട് പിടിച്ചിട്ട് തന്റെ വയറ്റിൽ അകപ്പെട്ടു പോയ അയൽവാസികായിരിക്കുന്ന അന്യ പെണ്ണിന്റെ മുലപ്പാലിനെ മുഴുവൻ കൊട്ടിക്കളഞ്ഞു. കീക്കാൻ തൂക്കാക്കി പിടിച്ചതിന്റെ ശേഷം താഴേക്ക് ഒഴുക്കി കളഞ്ഞു. എന്നാലും അല്പസ്വല്പൊക്കെ വയറ്റിന്റെ അടിത്തട്ടിൽ അവശേഷിക്കും. ചരിത്രം പറയുന്നു, പിന്നെ ഈ കുട്ടി വലുതായി, വളർന്ന് വലുതായി. ഈ പിതാവിനോട് ചോദിച്ചപ്പം പിതാവ് പറഞ്ഞത്, അയൽപ്പക്കക്കാരിയായ പെണ്ണിനെ പറ്റി അവൾ ഹലാല് മാത്രമാണ് ഭക്ഷിച്ചത്. ആ ഹലാല് മാത്രം ഭക്ഷിച്ച പെണ്ണിന്റെ പ്രൊഡക്റ്റായിരിക്കുന്ന മുലപ്പാലാണ് എൻ്റെ കുഞ്ഞിന്റെ വയറ്റിലേക്ക് പോയത് എന്ന് പറയാൻ എനിക്ക് അധികാരമില്ല. പക്ഷേ എൻ്റെ ഭാര്യയെ പറ്റി അത് പറയാൻ എനിക്ക് അധികാരമുണ്ട്. അവൾ സാത്വികയാണ്. അതുകൊണ്ട് എൻ്റെ കുഞ്ഞിന്റെ വയറ്റിലേക്ക് ഹലാല് തന്നെ പോവട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ അവന്റെ മുർലിയ, അവന്റെ ഭക്ഷണം സമ്പുഷ്ടമാകണം, സമ്പന്നമാകണം, പവിത്രമാകണം, പരിശുദ്ധമാകണം എന്ന് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കൃത്യം നിർവഹിച്ചത്. പിന്നെ ഇമാമുൽ ഹറമൈനി വലിയ ആളാകുന്നു, പണ്ഡിതനാകുന്നു, ലോകം ആദരിക്കപ്പെടുന്ന സാത്വികനായി മാറുന്നു, ചരിത്രത്തിന്റെ എല്ലാ നവോത്ഥാനങ്ങളുടെയും ശില്പിയായി മാറുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ ഇമാമുൽ ഹറമൈനിയുടെ ഏറ്റവും വലിയ ധീരമായ ഇടപെടൽ വാദപ്രതിവാദത്തിന്റെ വേദികളിലായിരുന്നു. ഇസ്ലാമിന്റെ യഥാർത്ഥമായിരിക്കുന്ന അടിസ്ഥാനങ്ങൾക്ക് ഘടകവിരുദ്ധമായി വരുന്ന പുത്തനാശയങ്ങളെ ആശയങ്ങളിലൂടെ തകർത്തെറിയാൻ പ്രത്യേക ഒരു ശൈലിയും ഒരു കഴിവും മഹാനായിരിക്കുന്ന ഇമാമുൽ ഹറമൈനി തങ്ങൾക്കുണ്ടായിരുന്നു. അത് ഉപയോഗിച്ചിട്ട് മഹാനുഭാവൻ എല്ലാവരെയും നിലം പരിശാക്കി. പക്ഷേ ഒരു വാദപ്രതിവാദത്തിന്റെ വേദിയിൽ മഹാനുഭാവന് മുട്ടുമടക്കേണ്ടി വന്നു. അത് മുതഅല്ലിമീങ്ങൾ വന്നിട്ട് ചോദിച്ചു, അല്ല ഉസ്താദെ, എല്ലാ വേദികളെയും ജയിച്ചടക്കിയ അങ്ങ് എന്തുകൊണ്ടാണ് ഈ വേദിയിൽ മുട്ടുമടക്കാൻ വിധിക്കപ്പെട്ടത്? അങ്ങ് പരാജിതനായല്ലോ, അങ്ങ് പരാജയപ്പെട്ടു പോയല്ലോ, എന്താണ് അതിന്റെ കാരണം എന്ന് ചോദിക്കുമ്പോൾ മഹാനായ ഇമാമുൽ ഹറമൈനി താൻ കുട്ടിയായിരുന്ന സാഹചര്യത്തിൽ, തന്റെ മാതാവ് പുറത്തോട്ട് പോയ സാഹചര്യത്തിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുമായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്ന ഈ കുഞ്ഞിന്റെ അടുക്കലേക്ക് അയൽവാസിയായിരിക്കുന്ന പെണ്ണ് വന്നിട്ട് മുല കൊടുത്ത കഥ പറയുകയാണ്. തന്റെ പിതാവ് അത് ഒഴുക്കി കളഞ്ഞ കഥ പറയുകയാണ്. എന്നിട്ട് പറഞ്ഞുപോയി, ഞാൻ ഇവിടെ വാദപ്രതിവാദത്തിന്റെ വേദിയിൽ എനിക്ക് പരാജയം സമ്മതിക്കാൻ ഉണ്ടായ കാരണം എന്റെ പിതാവ് എന്റെ വയറ്റിൽ നിന്ന് കൊട്ടുമാറ്റപ്പെട്ടതിന്റെ ശേഷം ആ വയറ്റിൽ പിന്നെയും അള്ളിപ്പിടിച്ചിരുന്ന അയൽവാസിയായിരുന്ന പെണ്ണിന്റെ മുലപ്പാലിന്റെ അംശം ഇളകിപ്പുറപ്പെട്ടതാണ്. ഈ വാദപ്രതിവാദത്തിന്റെ വേദിയിൽ എന്റെ അന്തസ്സിനെ പരാജയപ്പെടുത്താനുണ്ടായ കാരണം എന്ന് ആ ചരിത്രത്തെ ഉദ്ധരിച്ചിട്ട് മഹാനായ ഇമാമുൽ ഹറമൈൻ തന്റെ ശിഷ്യഗണങ്ങൾക്കിടയിലേക്ക് യാഥാർത്ഥ്യത്തെ പങ്കുവെക്കുകയാണ്. അപ്പൊ എവിടെ കിടക്കുന്നു? ഇസ്ലാം പറഞ്ഞു, കുട്ടിയുടെ ഭക്ഷണവും നിതാന്ത ജാഗ്രതയോടുകൂടെ നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ട ഏറ്റവും വലിയൊരു ഘടകമാണ്. ബക്കറ്റുമായി നമ്മുടെ സംഘാടക സുഹൃത്തുക്കൾ നിങ്ങളെ സമീപിക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടും വിധി പ്രതികൂലമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നിങ്ങൾ നല്ല രീതിയിൽ ഇതിനോട് നീതി പുലർത്തണം. നമ്മുടെ സദസ്സിനോട് നിങ്ങൾ പൂർണ്ണാർത്ഥത്തിൽ സഹകരിക്കണം. പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിക് സ്പീച്ച് ടിവിയുടെ ലൈവായിരിക്കുന്ന ടെലികാസ്റ്റിംഗ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ലോകത്തിന്റെ തന്നെ പല ഭാഗങ്ങളിലേക്കും ഈ സമയത്ത് തന്നെ സംപ്രേഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വ്യത്യസ്ത ഗൾഫ് രാജ്യങ്ങളിൽ,
കേരളത്തിൻ്റെ അകത്ത് പുറത്ത്, ഇന്ത്യ രാജ്യത്തിൻ്റെ അകത്ത് പുറത്ത് ഇസ്ലാമിക് സ്പീച്ച് ടിവിയുടെ വക്താക്കളും പ്രയോക്താക്കളും ഇതിന് എന്നും പ്രോത്സാഹനം നൽകിക്കൊണ്ടിരിക്കുന്ന ആളുകളുമൊക്കെ എപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, ഇതിനെ ഈ മൊമെന്റിൽ നമ്മൾ എങ്ങനെ നിരീക്ഷിക്കുന്നു അതിലേറെ ആത്മാർത്ഥമായിട്ട് ഒരർത്ഥത്തിൽ നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളടക്കം ഇപ്പം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ ഈ സമയത്ത് തന്നെ നിരീക്ഷണം നടത്തി നമ്മുടെ സദസ്സിനോട് നീതി പുലർത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ വിദേശത്തുള്ള സുഹൃത്തുക്കൾക്കും സ്വദേശത്തുള്ള സുഹൃത്തുക്കൾക്കും ഒക്കെ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാവരും ബിസ്മില്ലാ ബക്കറ്റ് പിരിവിലേക്ക് നല്ല ഉദാരമായിട്ട് സംഭാവന നൽകുക. അല്ലാഹു നിങ്ങളുടെ ഇഹപര കാര്യങ്ങളിൽ അഭിവൃദ്ധിയും നിങ്ങൾക്ക് സന്തുഷ്ടമായിരിക്കുന്ന ഒരു അന്തരീക്ഷവും അനുകൂലമായിരിക്കുന്ന വിധിയും പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ഞാൻ സാന്ദർഭികമായി ദുആ ചെയ്യുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തന്നെ ഇപ്പോ ഇതിൻ്റെ സംവിധാനങ്ങൾ ഒന്നുകൂടി വിപുലപ്പെടുത്തി ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ അടക്കം സജീവമാക്കിയ രീതിയിലാണ് ഇന്ന് ഇസ്ലാമിക് സ്പീച്ച് ടി വി എൻ്റെ സഹൃദയനായ സ്നേഹിതൻ ഇബാദുർ റഹ്മാന്റെയും പ്രിയപ്പെട്ട കരീമിന്റെയും ഒക്കെ നേതൃത്വത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല ആത്മാർത്ഥതയുള്ള മുസ്ലിം ചെറുപ്പക്കാർ ഒരു പ്രതിഫലേച്ഛയും മുന്നിൽ വെക്കാതെ ഇസ്ലാമിൻ്റെ സംരംഭങ്ങളെ ഏതൊക്കെ രീതിയിൽ സമർത്ഥമായി സാങ്കേതികമായിരിക്കുന്ന സംവിധാനങ്ങളുടെ പ്ലാറ്റ്ഫോം ഉപയോഗപ്പെടുത്തി എങ്ങനെ ജനങ്ങളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും എന്ന കാര്യത്തെപ്പറ്റി കൂലങ്കഷമായി വിചാരപ്പെടൽ നടത്തിയതിൻ്റെ അനന്തരഫലമാണ് ഇന്ന് ഈ പരിപാടിയുടെ സംപ്രേഷണം പോലും ലൈവായിട്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും നടത്തപ്പെടാനുണ്ടായ ചേതോവികാരം. അത് നമ്മൾ മനസ്സിലാക്കണം. ഇത്തരത്തിലുള്ള ശക്തി എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് സംവിധാനങ്ങൾ കൂടുന്നു. പക്ഷേ ഈ സംവിധാനങ്ങളെ മതകീയമായിരിക്കുന്ന ഒരു ചാനലിലേക്ക് കൊണ്ടുവരാൻ സാങ്കേതികമായ പരിജ്ഞാനം നമുക്ക് ആവശ്യമാണ്. ആ പരിജ്ഞാനം തന്നെ മതത്തിന്റെ പ്ലാറ്റ്ഫോമിൽ ഉപയോഗിക്കലും നമ്മുടെ അനിവാര്യതയാണ്. ഇത് രണ്ടും ഒരുമിച്ച് കൂടുമ്പോൾ ഞാൻ പറയുന്നു, രാവ് പുലരുവോളും മതപ്രഭാഷണം നടത്തുന്ന മതപ്രബോധകനായ പണ്ഡിതൻ നിർവഹിക്കുന്ന ദഅവത്തിനേക്കാൾ പുണ്യം ഇന്നത്തെ ഭൗതിക വിദ്യാർത്ഥിക്ക് നിർവഹിക്കുവാനുള്ള ഒരു സ്കോപ്പ് പുതിയ ലോകത്ത് വന്നുപെട്ടിരിക്കുന്നു. ഇത് കഴിഞ്ഞ കാലങ്ങളിൽ ഇത്ര സജീവമായി നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഇത്തരം സംവിധാനങ്ങളെ അല്ലാഹു വിജയിപ്പിക്കുമാറാവട്ടെ. ഇതിന്റെ പിന്നിലുള്ള അണിയറ ശില്പികൾക്ക് ആത്മാർത്ഥമായിട്ട് മതത്തിന്റെ കാര്യങ്ങളെ ലോകത്തിന്റെ പരഭാഗങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്തിനേറെ പറയണം, കഴിഞ്ഞ ആഴ്ച എൻ്റെ മഹലിൽ ഒരു സുഹൃത്ത് വന്നാണ്ട് ചോദിച്ചത്, ജനാബത്ത് കുളിയുടെ ഹുക്കുമല്ല. ജനാബത്ത് നമ്മൾ കുളിക്കാൻ പോകുന്ന സാഹചര്യത്തിൽ തന്നെ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അശുദ്ധിയായി, അത് വലിയ അശുദ്ധിയായി. എന്നാൽ അത് സ്നാനം കൊണ്ട്, വെറും അംഗസ്നാനം കൊണ്ട് പൂർത്തീകരിക്കപ്പെടൂല. ചെറിയ അശുദ്ധിയെ വുളു കൊണ്ട് ഉയർത്തപ്പെടൂ. അതുകൊണ്ട് വലിയ അശുദ്ധി ഉയർത്തപ്പെടണമെങ്കിൽ നിർബന്ധമായും കുളിക്കണം. ഈ കുളി എങ്ങനെയെന്നല്ല, ഈ കുളിക്കുമ്പോൾ സാഹചര്യത്തിൽ നമ്മുടെ നഖത്തിന്റെ മുകളിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന മെഴുകോ കട്ടപിടിച്ച മഷിയോ ഉണ്ടെങ്കിൽ ആ കുളി പൂർണ്ണാർത്ഥത്തിൽ അള്ളാഹുവിന്റെ മുമ്പിൽ സ്വീകാര്യമാവുകയില്ല. അതിന്റെ പേരിൽ ഞങ്ങൾ കുറ്റക്കാരാവൂലേ എന്ന് ചോദിക്കാൻ മുന്നോട്ട് വന്നത് 22 വയസ്സുള്ള IT പ്രൊഫഷണലിസ്റ്റാണ്. നമ്മൾ തിരിച്ചറിയണത് എന്തുകൊണ്ട് ഈ ഒരു അവയർനെസ് ഇന്നത്തെ നമ്മുടെ ന്യൂ ജനറേഷൻ ഉണ്ടായിപ്പെട്ടു. ഒരർത്ഥത്തിൽ അവർ ഇത്തരം സംവിധാനങ്ങളെ, ഈ സ്പീച്ച് TV പോലെയുള്ള ഓൺലൈൻ സംവിധാനങ്ങളെ ഒരു ബട്ടൺ ഒന്ന് അമർത്തി കഴിയുമ്പോഴേക്ക് ഇസ്ലാമിൻ്റെ ഏത് വിഷയവും സമർത്ഥമായി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന മതബോധനത്തിൻ്റെ സദസ്സുകൾ അവരെ വിരൽ തുമ്പിലൂടെ അവരുടെ മൊബൈലിൻ്റെ ഡിസ്പ്ലേയിൽ മിന്നിമറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഏത് മൊമെന്റിലും ഇസ്ലാമിക പ്രൊപ്പഗേഷന്റെ സ്കോപ്പ് അവരുടെ മുമ്പിലേക്ക് കൂടി. നമ്മുടെ പ്രവാസി ഗൾഫിൽ ജോലി തിരക്കെല്ലാം കഴിഞ്ഞ് വിശ്രമിക്കാൻ വേണ്ടി റൂമിലേക്ക് പോകുമ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് തുറന്നു നോക്കുന്നു. യൂട്യൂബിൽ കയറുന്നു, ഫേസ്ബുക്കിൽ കയറുന്നു, വാട്സപ്പിൽ കയറുന്നു. എന്നിട്ട് ഈ മതത്തിന്റെ സജീവമായിരിക്കുന്ന കാര്യങ്ങൾ അവൻ ഇടപെടൽ നടത്തുന്നു, അതിനെ മറ്റുള്ളവരിലേക്ക് സംപ്രേഷണം ചെയ്യുന്നു. ഈ ഒരു ആദാന പ്രധാന പ്രക്രിയ, ഈ ഒരു ക്രയവിക്രയം, ഈ കൊടുക്കൽ വാങ്ങൽ ചെയ്തി ഇത്ര അന്തസ്സുളവാക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് അതിനെ തിരിച്ചറിയാൻ നമ്മൾ മുന്നോട്ട് വരേണ്ടതുണ്ട്. ഞാൻ മൂന്നാമത്തെ അച്ചടക്കത്തിലേക്ക് കടക്കുകയാണ്. ഒന്നാമതായിട്ട് കുട്ടിയുടെ വിഷയത്തിൽ നമ്മൾ പറഞ്ഞു പോയത് അയ്യുഹസ്സിന ഇസ്മഹു, അവന്റെ പേര് നന്നാക്കലാണ്. രണ്ടാമതായിട്ട് അവന്റെ അന്നം ഭക്ഷണം നന്നാക്കലാണ്. മൂന്നാമതായിട്ട് വയ്യുഹസ്സിന അദബഹു, കുട്ടിയുടെ അച്ചടക്കത്തെ മാന്യമായ അച്ചടക്കമാക്കലാണ്. വയ്യുഹസ്സിന അദബഹു, അത് വലിയൊരു ഘടകമാണ്. ഹദീസിൽ കാണാം, أخذ الحسن بن علي رضي الله عنه تمرة من تمر الصدقة. മദീന പള്ളിയുടെ മൂലയിൽ കുന്നുകൂട്ടപ്പെട്ട സ്വദഖാന്റെ മുതലായിരിക്കുന്ന ഈത്തപ്പഴം
പരിശുദ്ധവതിയായിരിക്കുന്ന ഫാത്തിമ സഹറ ബത്തൂരിന്റെ മകനായിരിക്കുന്ന ഹസൻ, പരിശുദ്ധ പ്രവാചക തിരുമേനിയുടെ പേരക്കിടാവായ ഹസൻ റളിയല്ലാഹു അൻഹു, ആ മഹാനായ കുട്ടി അറിയാതെ ഭക്ഷിക്കാൻ വേണ്ടി തന്റെ കയ്യിൽ എടുത്തുപോയി. അള്ളാഹുവിന്റെ റസൂൽ ഇത് കണ്ടു. അള്ളാഹുവിന്റെ റസൂൽ ആ കുട്ടിയുടെ കൈ പിടിച്ചുപോയി. പരിശുദ്ധ പിതാമഹൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഖാൽ, എന്നിട്ട് ലോകനായകൻ വിളംബരം നടത്തിപ്പോയി. വലിച്ചെറിയടാ ഹസനെയായി തപ്പഴം, വലിച്ചെറിയടാ ഹസനെയായി തപ്പഴം. അമാ തഅലം, നിനക്കറിയില്ലയോ ഹസനെ, അന്നാലാനകുലു സദഖ, നമ്മൾ സയ്യിദ് കുടുംബമാണ്, നമ്മൾ അഹ്ലു ബൈത്തിന്റെ മെമ്പർമാരാണ്. നമുക്ക് സദഖാന്റെ മുതൽ വാങ്ങാനോ സദഖ സ്വീകരിക്കാനോ സദഖാന്റെ അന്നം ഭക്ഷിക്കാനോ ഉള്ള അധികാരമോ സ്വാതന്ത്ര്യമോ അർഹതയോ നമ്മുടെ തമ്പുരാൻ നമുക്ക് തന്നിട്ടില്ല കുഞ്ഞുമോനെ. വളർന്നു വരുന്ന കുട്ടി തന്റെ ജീവിതത്തിന്റെ സാധാരണഗതിയിലൊരു ഇടപെടൽ നടത്തുമ്പോൾ അത് പിന്നെ പറയാം എന്നുള്ള രീതിയിൽ പോസ്റ്റ്പോൺ ചെയ്യാനല്ല റസൂലുള്ളാഹി തങ്ങൾ മുന്നോട്ട് വന്നത്. ഫഅഖദ ബിയദിഹി വഖാൽ ഇർമി ബിഹാ, അത് എറിയടാ. അമാ തഅലം അന്നാ ലാ നഅകുലു സദഖ, നമുക്ക് സദഖ ഭക്ഷിക്കാൻ പാടില്ല എന്ന് നിനക്കറിയൂലേ? അവിടെ ഒരു സംസ്കാരം പഠിപ്പിക്കലാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് അസ്സലാഹു മിനല്ലാഹ് വൽ അദബു മിനൽ വാലിദി. നന്മയും ഉത്കൃഷ്ടമായിരിക്കുന്ന അന്തരീക്ഷമൊക്കെ വരുന്നത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നാണ്. പക്ഷേ വൽ അദബു മിനൽ വാലിദി, അച്ചടക്കം വാലിദ് തന്നെ പഠിപ്പിച്ചേ തീരൂ. വാലിദ് അച്ചടക്കം പഠിപ്പിക്കണം. രക്ഷിതാവിന്റെ അവബോധം എന്ന് പറയുന്നത് കുട്ടിയിലേക്ക് പകർന്നു കൊടുക്കാനുള്ള അവബോധമാകണം. അതിന് എന്ത് വേണം? ഫസ്റ്റ് ഓഫ് ആൾ നമ്മൾ അവബോധം മതകീയമായിരിക്കുന്ന അവബോധമാകണം. കഴിഞ്ഞ ആഴ്ച ഒരു മതപ്രഭാഷണ പരിപാടിയിലേക്ക് പോയപ്പോൾ ദുആ ചെയ്യാൻ വന്ന ഒരു +2 പഠിക്കുന്ന കുട്ടി എന്നെ ഇപ്പോഴും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ കുട്ടിയുടെ വർത്താനം സുബ്ഹാനല്ലാഹ്, ഞെട്ടിപ്പോയി. എന്താണ് കുഞ്ഞുമോന് മറുപടി പറയുന്നത്? സമുദായത്തിന്റെ വസന്തമാകുന്ന കുഞ്ഞുമോനെ, നിന്റെ മറുപടി നിന്റെ പിതാവിനെ പറ്റിയാണ്. ആ കുട്ടി തന്റെ മാതാവിന്റെ അടുത്ത് പോയപ്പം കരയുന്ന മാതാവിനെ കാണുന്നു. വീട്ടിൽ അസ്വസ്ഥജനകമായ മനസ്സോടുകൂടെ കുട്ടി മാതാവിനെ സമീപിച്ച് വിശദാംശം തേടുമ്പോൾ വീട്ടിലെ മൂത്ത മകനല്ലേ, +2 പഠിക്കുന്ന ഈ 16-കാരൻ 17-കാരൻ, നീയുമായിട്ട് ഞാൻ ഈ കാര്യം ഷെയർ ചെയ്യാൻ, നമ്മുടെ ഉപ്പാക്ക് മറ്റൊരു സ്ത്രീയുമായിട്ട് അവിഹിത ബന്ധമുണ്ട്, അത് മോനൊന്ന് പഠിക്കണം, നിരീക്ഷണം നടത്തണം. ഉമ്മാക്ക് മൊബൈൽ ടെക്നോളജിയുടെ യുഗത്തിൽ അതിനെ പറ്റിയിട്ടുള്ള അവബോധമില്ല, അതുകൊണ്ട് നിന്റെ സഹായം വേണം. കുട്ടി അത് പഠിച്ച ഉടനെ തന്നെ, മനസ്സിലാക്കിയ ഉടനെ തന്നെ ഉറങ്ങാൻ കിടന്ന പിതാവിന്റെ ടേബിളിന്റെ മുകളിലുള്ള മൊബൈൽ എടുക്കുന്നു, അതിന്റെ ഇൻബോക്സ് ചെക്ക് ചെയ്യുന്നു. ഈ കുട്ടി പറയാൻ, എനിക്ക് വിശ്വസിക്കാൻ കഴിയാത്ത അൺബിലീവബിൾ ആയിരിക്കുന്ന മെസ്സേജുകളാണ് വായിച്ചെടുക്കാൻ സാധിച്ചത്. ഡയൽഡ് നമ്പേഴ്സ്, റിസീവ്ഡ് കോൾസ്, മിസ്ഡ് കോൾസ് എല്ലാം എന്നെ അത്ഭുതപ്പെടുത്തി. അവസാനം ഞാൻ ആ നമ്പർ തെരഞ്ഞു പിടിച്ചു. അതിൻ്റെ വക്താവായിരിക്കുന്ന സ്ത്രീയുടെ അഡ്രസ് വാങ്ങി അതിൻ്റെ കുടുംബത്തിൽ ചർച്ചയാക്കി. ഇന്ന് പിതാവിൻ്റെ മനസ്സ് ഞങ്ങളിൽ നിന്ന് അകന്നുപോയി ആ സ്ത്രീയിലേക്കുള്ളൊരു ചായ്വിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നു. വാപ്പാനെ തൊണ്ടി സഹിതം പിടിച്ച മോൻ ഞാൻ തന്നെയാണ്. എൻ്റെ പിതാവിൻ്റെ മനസ്സൊന്ന് അനുകൂലമാകാൻ ദുആ ചെയ്യണം എന്ന് പറയുന്ന +2 ഇന്ന് പരീക്ഷ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അപകടകരമായിരിക്കുന്ന ഒരു ദുസ്ഥിതി സ്വന്തം പിതാവ്. എവിടെത്തി നമ്മൾ? 10 കൊല്ലം മുമ്പ് മക്കളെ പറ്റി എന്തെങ്കിലും വേദനാജനകമായ വാർത്ത കേൾക്കുമ്പോൾ നാടൻ വയല്, പഴയ കാലത്തെ വയല് പറയുന്ന സദസ്സിലേക്ക് 100 റുപ്യ കൊടുത്തിട്ട് മക്കൾ സ്വാലിഹാകാൻ ഉസ്താദ് ദുആ ചെയ്യണം എന്ന് പറയുന്ന കാലത്തുനിന്ന് ഇന്ന് വയലിന്റെ സദസ്സിലേക്ക് കുട്ടി വന്നിട്ട് വാപ്പ സ്വാലിഹാകാൻ ദുആ ചെയ്യണം എന്ന് പറയുന്ന ഒരു കോൺട്രഡിക്ഷനിലേക്ക് സമുദായം എത്തുക എന്ന് പറഞ്ഞാൽ എന്തിനാ കൂട്ടരെ ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇത് ഗൗരവമുള്ള വിഷയമല്ലേ? ആഫ്രിക്കയിലെ കഥയാണോ? സാൻ ഫ്രാൻസിസ്കോയിലെ കഥയാണോ? നമ്മുടെ മൂക്കിന്റെ ചുവട്ടിൽ നിത്യേന നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, മാറ്റമില്ലെങ്കിൽ നമ്മൾ എവിടെയെത്തും? മാറ്റമില്ലെങ്കിൽ നമ്മൾ എവിടെയെത്തും? ദൂർ ദുനിയാ കമരേ ദം സേ അന്ധേരാ ഹോ ജായേ, हर जगह मेरे चमकने से उजाला हो जाए। मेरी अल्लाह बुराई से बचाना मुझको, नेक जो राह है उस राह पे चलाना मुझको. ഇന്നത്തെ മക്കളുടെയൊക്കെ പ്രാർത്ഥന അങ്ങനെയാണ്. അല്ലാഹുവേ,
തിന്മകളിൽ നിന്ന് എന്നെ പറിച്ചെടുക്കണേ തമ്പുരാനെ. തിന്മയുടെ വളക്കൂറുള്ള മണ്ണിലേക്ക് വളരാനുള്ള സംവിധാനങ്ങൾ എനിക്ക് അനുകൂലമാക്കിയിട്ട് തരപ്പെടുത്തല്ല തമ്പുരാനെ. അതുകൊണ്ട് തന്നെ തിന്മയോട് പോരാടിയിട്ട് നന്മയുടെ ഉപാസകനാവാനുള്ള ഒരു സൗഭാഗ്യ സന്നിപാതം എന്റെ ജീവിതത്തിൽ എനിക്ക് നീ അരുളി ചെയ്യണേ തമ്പുരാനെ എന്ന് ദുആ ചെയ്യാൻ ആധുനിക വിദ്യാർത്ഥി കടന്നു വരുന്ന ശോഭനകരമായിരിക്കുന്ന അന്തരീക്ഷത്തിലേക്ക് നമ്മുടെ വസന്തത്തിന്റെ ചമൽക്കാരദായകങ്ങളായിരിക്കുന്ന സൗഗന്ധിക പ്രസൂനങ്ങളാണ്, സുഗന്ധ പുഷ്പങ്ങളാണ് മക്കൾ എന്ന് തിരിച്ചറിയാൻ നമ്മൾ മുന്നോട്ട് വരേണ്ടതുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ മക്കളുടെ വിഷയത്തിലുള്ള അച്ചടക്കത്തെ പുരസ്കരിച്ച് രണ്ടാമതായിട്ട് അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ എന്തെങ്കിലും പ്രസന്റേഷനുകൾ, ദാനങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ നിങ്ങളുടെ മക്കൾക്ക് അത് തുല്യമായിട്ട് വീതം വെക്കണം, ഭാഗിച്ചു കൊടുക്കണം. എന്റെ മക്കളിൽ നിന്ന് മറ്റു മക്കൾക്ക് ഞാൻ എന്തെങ്കിലും പാരിതോഷികങ്ങൾ കൊടുക്കുന്ന വിഷയത്തിൽ ഒരാൾക്ക് മറ്റൊരാളേക്കാൾ പ്രാധാന്യമോ പ്രാമുഖ്യമോ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പെൺകുട്ടികൾക്ക് പ്രാധാന്യം കൊടുക്കുമായിരുന്നു. നമ്മുടെ വീട്ടിന്റെ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ നമ്മൾ ചിന്തിക്കുന്ന സാഹചര്യത്തിൽ അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ അഹ്മദ് മുജ്തബ കാലത്തിന്റെ നിയോഗം പോലെ കടന്നു വന്ന നബിയുൽ മുർത്തള സല്ലല്ലാഹു അലൈഹി വസല്ലം ലോക തിരുമേനിയാണ് പഠിപ്പിച്ചത്, എന്റെ മക്കളെയെല്ലാം തുല്യമായിട്ട് കാണാൻ എന്ന് മാത്രമല്ല എന്റെ അനുചരന്മാരോടും ഞാൻ ആ കൽപ്പനയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് മക്കളിൽ നിന്ന് മറ്റു മക്കൾക്ക് നിങ്ങൾ എങ്ങാനും പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ എന്റെ വിഷയത്തിൽ എന്റെ കാര്യം ഞാൻ പറയട്ടെ സഹാബ, പെൺകുട്ടികൾക്ക് ഞാൻ പ്രാധാന്യം കൊടുക്കുമായിരുന്നു. ആയിഷ ബീബി ഹദീസ് പറയുന്നുണ്ട്, ജാഅതി ഇലയ്യ ഇംറഅത്തുൻ, എന്റെ അടുക്കലേക്ക് ഒരു സ്ത്രീ കടന്നു വന്നു, വമഅഹ, ആ സ്ത്രീയുടെ കൂടെയുണ്ട് ഇബ്നതാനി, രണ്ട് പെൺകുട്ടികളുണ്ട്, ലഹ, ആ സ്ത്രീക്ക് തന്നെ ഉള്ളതായ രണ്ട് പെൺകുട്ടികൾ, വഹിയ, അവൾ തസ്അൽ, എന്റെ വീടിന്റെ ഉമ്മറത്ത് വന്നിട്ട് യാചിക്കുകയാണ്. അപ്പൊ ആ പെണ്ണ് വിധവയാണ്. പെൺകുട്ടികൾ ഇബ്നതാനി ലഹ, ഐത്താമാണ്, യതീമുകളാണ്. എന്നാൽ ആ പെണ്ണ് വിധവയാണ്. വൈദവ്യം പേറുന്ന ഈ പെണ്ണ് ദിവംഗതനായി പോയ ഭർത്താവിന്റെ അഭാവത്തിൽ ആ ഭർത്താവിന്റെ ഉത്തരവാദിത്വം കൂടി ഏറ്റെടുത്തിട്ട് യതീമായി പോയ, അനാഥരായി പോയ രണ്ട് പെൺമക്കളെ കയ്യിൽ പിടിച്ചിട്ട് എന്റെ വീട്ടുമുറ്റത്തേക്ക് കടന്നു വരികയാണ്. എന്റെ പ്രിയതമനായ റസൂലുള്ളാഹി തങ്ങൾ ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി പുറത്തുപോയ സമയത്താണ് പരിശുദ്ധ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നത്, എന്റെ വീട്ടിലേക്ക് വന്നിട്ട് തസ്അൽ, ആ പെണ്ണ് വന്നിട്ട് മക്കൾക്ക് വേണ്ടി യാചന നടത്തുകയാണ്. ആയിഷ ബീവിയുടെ കഥ ആയിഷ ബീവി പറയട്ടെ. ചരിത്രത്തിന്റെ അനുബന്ധം കുറിച്ചിട്ട് ചരിത്രകാരി ആയിഷ, ലോകത്തിന്റെ കഥാപാത്രമായ ആയിഷ ഈ ചരിത്രത്തിന്റെ അനുബന്ധം കുറിച്ചിട്ട് വിശദീകരണം നടത്തുകയാണ്. ആ സമയത്ത് എന്റെ അടുക്കൽ ഞാൻ എത്തിച്ചില്ല, ആകെ എത്തിച്ചത് ഒറ്റ ഈത്തപ്പഴമാണ്. ഈത്തപ്പന വിളവെടുക്കപ്പെടുന്ന മദീന മണലാരണ്യത്തിന്റെ ഈത്തപ്പനയുടെ സാമ്രാജ്യത്വത്തിന്റെ അധിപന്മാരുടെ ഇടയിൽ ഒരു ചെറ്റക്കുടിയിൽ താമസിക്കുന്ന പ്രവാചകന്റെ പത്നിക്ക് യാചകയായ ഒരു പെണ്ണ് വന്നിട്ട് എടുത്തു കൊടുക്കാൻ ആകെ കിട്ടിയത് തമ്രത്തുൻ വാഹിദ, ഒറ്റ ഈത്തപ്പഴമാണ്. എന്താണ് അതിന്റെ അർത്ഥം? ആ കുടുംബത്തിന്റെ ദുര്യോഗമാണത്. ഈത്തപ്പന വിളവെടുക്കുന്ന ഏക്കറക്കണക്കിന് ഈത്തപ്പന തോട്ടങ്ങൾക്കിടയിൽ ഓലമേഞ്ഞ ചെറ്റക്കുടിയിൽ കഴിയുന്നോരോ പരിശുദ്ധ റസൂലേ, അങ്ങയുടെ കുടുംബത്തിന് സ്വന്തമായിട്ട് ഒരു ഈത്തപ്പന പോലുമില്ല. അതാണ് അതിന്റെ അർത്ഥം. ഇല്ലെങ്കിൽ സുലഭമായിട്ട് കൊടുക്കായിരുന്നു. വന്ന് ചോദിക്കുന്നവർക്ക്, ഒരു പെണ്ണ് വന്ന് ചോദിക്കുന്നു, വീട് മുഴുവൻ മണിക്കൂറുകളോളം പരതിയിട്ട് ആയിഷ ബീവിക്ക് ഒരു പാത്രത്തിന്റെ ചോട്ടിൽ നിന്ന് കിട്ടുന്നത് തമ്രത്തുൻ വാഹിദ. നഫസീലിഹീന മഹൽ സറാ तेरे फरोश भी वही बोरिया तेरे जिस्म पाक पे एक खुदा वो भी तार तार है जा वजा. എന്തായിരുന്നു അവസ്ഥ? എന്തായിരുന്നു അവിടുത്തെ അവസ്ഥ? പരിശുദ്ധ റസൂലേ, അങ്ങയുടെ ശരീരത്തിലുണ്ടായിരുന്നത് ആകെ ഒറ്റ നീളം കുപ്പായം. അത് അങ്ങും ഇങ്ങും പിങ്ങിപ്പറിഞ്ഞതായിട്ടാണ് ഞങ്ങൾക്ക് പലപ്പോഴും കാണാൻ സാധിച്ചത്.
അങ്ങ് കൊട്ടാരം വിട്ട് കൊട്ടാരത്തിന്റെ സൗകുമാര്യതയോ ശീതളഛായയോ അന്വേഷിച്ച് കടന്നുപോയ രാജകുമാരനായിരുന്നില്ല. അങ്ങ് ശയ്യ കൊണ്ട മെത്ത പോലും എന്തായിരുന്നു ആ ശയ്യ കൊണ്ട പൂമെത്താവഹിബോരിയാം. മദീനയിൽ ഈത്തപ്പനയോലയിൽ നിന്ന് വെട്ടിക്കൊണ്ടുവന്ന പരിപരുത്ത മടലോലയാണ്. അതിന്റെ മുകളിൽ കിടക്കുന്ന റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ഒരു ദിവസം ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കടന്നു വന്നിട്ട് കണ്ണീരൊലിച്ചിട്ട് തിരിച്ചുപോയി തന്റെ കമ്പിളി പുതപ്പ് ഹദിയ ചെയ്യാൻ. ആ നേരത്തും പറഞ്ഞത്, ഉമർ, ഞാനും എൻ്റെ കുടുംബവും വന്നത് ഭൗതികതയിൽ കണ്ണുമഞ്ഞളിക്കാനല്ല. അങ്ങനെ ജീവിച്ചു പോകുന്ന പ്രവാചകന്റെ പത്നിക്ക് കിട്ടുന്നത് ഈത്തപ്പഴമാണെങ്കിൽ അത് അത്ഭുതമൊന്നുമില്ല. ആയിഷ ബീവി കഥ പറയട്ടെ. ആ കിട്ടിയ ഈത്തപ്പഴം ഞാൻ ആഗതയായിരിക്കുന്ന വിധവയായ പെണ്ണിന് കൊടുത്തു. ആ സ്ത്രീ കിട്ടിയ ഈത്തപ്പഴത്തെ എന്ത് ചെയ്തു? അതിനെ 2 ചീളുകളാക്കി തന്റെ 2 മക്കൾക്കും വിഹിതം വെച്ച് കൊടുത്തു. ഫലം അതിൽ നിന്ന് ഒരു കഷ്ണം പോലും ആ മാതാവ് ഭക്ഷിച്ചതുമില്ല. പിന്നെ ആ സ്ത്രീ എണീറ്റു. വഖറജത്, മക്കളെയും കൊണ്ട് അടുത്ത ലക്ഷ്യസ്ഥാനത്തെ ലക്ഷീകരിച്ചിട്ട് കടന്നുപോയി. പരിശുദ്ധ പ്രിയതമനായ പ്രവാചക തിരുമേനി എന്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഈ നടന്ന സംഭവത്തെ ഭാര്യയായിരിക്കുന്ന ഞാൻ ലോകനായകന്റെ മുമ്പിലേക്ക് പങ്കുവച്ചു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, യാ ആയിഷ, ആയിഷ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ആരെങ്കിലും പെൺകുട്ടികളുണ്ടായി, ആ പെൺകുട്ടികൾ ഉണ്ടായതിന്റെ പേരിൽ പരീക്ഷിക്കപ്പെടുകയും ചെയ്തു. അഥവാ പെൺകുട്ടികളെ നോക്കേണ്ട വിഷയത്തിൽ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും പരീക്ഷണങ്ങളും നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും. അത് പെൺകുട്ടിക്ക് പ്രാധാന്യം കൊടുക്കുന്ന വിഷയത്തിൽ ഇത് മാത്രമല്ല, എല്ലാ വിഷയത്തിലും വരും. ആൺകുട്ടിയോട് പറയണ മാതിരി ജീവിതത്തിന്റെ പ്രാരാബ്ദങ്ങളോ പരിത്യാഗങ്ങളോ പെൺകുട്ടിയോട് ഷെയർ ചെയ്യാൻ പാടില്ല. ആ കുട്ടിയുടെ മനസ്സ് പൊട്ടിപ്പോകും. അതുകൊണ്ട് തന്നെ ആ സ്ഥിതിയിലെല്ലാം എല്ലാ പരാധീനതകളും ആ പെൺകുട്ടിയുടെ മുമ്പിൽ മറച്ചു വെച്ചിട്ട് അവൾക്ക് ചെയ്തു കൊടുക്കേണ്ടതെല്ലാം വിശാലമായി ചെയ്തു കൊടുത്ത രക്ഷിതാവ്, ആ രക്ഷിതാവിന്റെ മുമ്പിലേക്ക് നാളെ ആ രക്ഷിതാവ് നരകത്തിന്റെ അഗ്നിഗോളങ്ങളിലേക്ക് കടന്നു പോകേണ്ടവരാണെങ്കിലും ശരി, യതീമായിരിക്കുന്ന പെൺകുട്ടിക്ക് സംരക്ഷണം കൊടുത്തതിന്റെ പേരിൽ അള്ളാഹുവിന്റെ കോടതിയിൽ ഇവനെ നരകത്തിൽ നിന്ന് കവചമേൽപ്പിക്കുന്ന കവചം കൊടുക്കുന്ന, ഇവന് രക്ഷ കൊടുക്കുന്ന ഏറ്റവും വലിയ കവചം ഇവനാൽ സംരക്ഷിക്കപ്പെട്ട യതീമകളായ പെൺകുട്ടികളായിരിക്കുമെന്ന് പരിശുദ്ധ റൂഹി ഫിദാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ പഠിപ്പിച്ചു നമ്മളെ. അതുകൊണ്ട് ജീവിതത്തിന്റെ ഈ 100 കൂട്ടം വ്യവഹാരങ്ങളിൽ മക്കളെ ഒഴിവാക്കിയിട്ടുള്ള ഒരു ജീവിതത്തിന്റെ രീതിയെപ്പറ്റി നമ്മൾ ചിന്തിച്ചു പോകരുത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, വളാഞ്ചേരി, ഞാൻ പഴയ കാലത്ത് ജോലി ചെയ്ത എൻ്റെ സ്ഥലം, അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഇരുമ്പിളിയം എന്ന് പറയുന്ന പാലക്കാട് ജില്ലയിലെ ഒരു പഞ്ചായത്തിൽ ഹൈസ്കൂൾ കേന്ദ്രീകരിച്ച് കുട്ടികൾക്കിടയിൽ ദൂരവ്യാപകമായിരിക്കുന്ന ക്രിമിനൽ സ്വഭാവം അരങ്ങേറുന്നുണ്ട്. അത് പാവപ്പെട്ട കുട്ടികളിലേക്കും സന്നിവേശിപ്പിക്കപ്പെടുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ സ്കൂൾ അധികൃതർ ഒരു മിന്നൽ പരിശോധന നടത്തുമ്പോൾ സ്കൂളിൻ്റെ മുൻപിൽ പ്രവർത്തിക്കുന്ന പെട്ടിക്കടയിൽ നിന്ന് പിടികൂടപ്പെട്ടത് 15 മൊബൈൽ ഫോൺ, നല്ല ക്ലാരിറ്റിയുള്ള ക്യാമറ, നല്ല മൊബൈലിൻ്റെ സിമ്മ്. നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്, ഒരു മനുഷ്യ ശരീരത്തിൻ്റെ വിരലിൻ്റെ 4ൽ 1 ഭാഗത്തിൻ്റെ വലിപ്പമുള്ള മൈക്രോ ചിപ്പുകളിൽ എത്രയോ ആയിരക്കണക്കിന് GB-യുടെ പവറുള്ള മെമ്മറി സന്നിവേശിപ്പിക്കാൻ ഉള്ള ഫെസിലിറ്റിയുള്ള ആധുനിക യുഗത്തിൻ്റെ മടിത്തട്ടിൽ നമ്മുടെ കുട്ടിയുടെ പുതിയ ജീവിതത്തിൻ്റെ രീതിയെപ്പറ്റി നമ്മൾ അശ്രദ്ധരായി, അല്ലെങ്കിൽ അതിനെപ്പറ്റിയിട്ടുള്ള അവബോധത്തിൽ നിന്ന് നമ്മൾ പിന്തിരിഞ്ഞു പോന്നു. അവിടെ 15 മൊബൈൽ ഫോൺ പിടികൂടപ്പെട്ട കുട്ടികളുടെ 15 പേരുടെയും രക്ഷിതാക്കളെ സ്കൂൾ അധികൃതർ വിളിക്കുന്നു, PTA കമ്മിറ്റി വിളിക്കുന്നു. ആ നേരത്ത് ഒരു രക്ഷിതാവാണ് പറഞ്ഞത്, എൻ്റെ മോൻ മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട് എന്ന വിഷയം എനിക്കറിയാം, പക്ഷെ അവൻ സ്കൂളിലേക്ക് കൊണ്ടുവരുന്നുണ്ട് എന്നത് സാറുമാർ വിളിച്ചപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. എന്നാൽ ബാക്കി 14 പേരുടെ കഥ നിങ്ങൾക്കറിയണ്ടേ? എൻ്റെ മക്കൾ മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട് എന്ന വിഷയം തന്നെ നിങ്ങൾ വിളിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത്. എങ്ങനെയുണ്ട് രക്ഷിതാവും കുട്ടിയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ? അപ്പൊ എന്താണ് ഈ കുട്ടികളെ പറ്റി സഹപാഠികൾ പറയാൻ? സ്കൂളിന്റെ അവസാനത്തെ ബെല്ല് മുഴങ്ങുന്ന നേരത്ത് അസ്വസ്ഥഭരിതമായ മനസ്സോടുകൂടെ ഈ കുട്ടികൾ ഈ പെട്ടിക്കടയിലേക്ക് ഓടിപ്പോവാൻ. ഓരോ കുട്ടിയെയും ഒറ്റക്കൊറ്റക്ക് കൗൺസിലിംഗ് ചെയ്ത സമയത്ത് കുട്ടി പറഞ്ഞു, ഹോംവർക്കിന്റെ പേരിൽ ഉപ്പയെ പറ്റിച്ച് ഉമ്മയെ പറ്റിച്ച് വീടിന്റെ മട്ടുപ്പാവിലേക്ക് കയറിപ്പോയി
സ്വകാര്യമായി ഒരു റൂം തരപ്പെടുത്തി അവന് പഠിക്കാനും ഹോംവർക്ക് ചെയ്യാനും ഒരു റൂം സെപ്പറേറ്റ് നമ്മൾ കൊടുക്കുക എന്ന് പറഞ്ഞു. ആ റൂമിൻ്റെ കൊത്തിയിട്ടിട്ട് രാവിലെ മുഴുവൻ പകലാക്കി മാറ്റാൻ എൻ്റെ മൊബൈലിൻ്റെ 16 GB ചിപ്പിലൂടെ മെമ്മറി കാർഡിലൂടെ എനിക്ക് സാധ്യമായി എങ്കിൽ എൻ്റെ സ്കൂളിൻ്റെ മുന്നാമ്പുറത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പെട്ടിക്കടയിൽ 20 രൂപ കൊടുത്താൽ ഇന്ത്യ രാജ്യത്തിൻ്റെ ലക്ഷക്കണക്കിന് ഭാഗ സൈറ്റുകളിൽ പ്രവർത്തിക്കുന്ന അശ്ലീല വെബ്സൈറ്റുകളിൽ നിന്ന് നമ്മൾ ആവശ്യപ്പെടുന്ന എല്ലാവിധ ക്ലിപ്പുകളും വീഡിയോ ക്ലിപ്പുകളും ഞങ്ങളുടെ മൊബൈലിലേക്ക് ഉയർന്നും 20 രൂപ കൊണ്ട് കയറ്റിത്തരുന്ന സംവിധാനം സ്കൂളിന്റെ മുറ്റത്തുണ്ടാകുമ്പോൾ ഒരാഴ്ച കൊണ്ട് ഞങ്ങൾ പഴയ ആഴ്ച കഴിഞ്ഞ ആഴ്ച ഫീഡ് ചെയ്തതായിരിക്കുന്ന സകലമാന സീനുകളെയും പഴങ്കഥയാക്കും. അതിനെ ഡിലീറ്റ് ചെയ്യാൻ പറയും. അടുത്തയാഴ്ച വീണ്ടും 20 രൂപ തരപ്പെടുത്തിയിട്ട് ഈ കടക്കാരനെ സമീപിച്ചിട്ട് പുതിയത് കയറ്റാൻ ആവശ്യപ്പെടുന്നു നമ്മുടെ കുഞ്ഞുമോൻ. ഒരർത്ഥത്തിൽ നമ്മളൊക്കെ വലിയ പ്രതീക്ഷയിലാണ്, അമിതമായ പ്രതീക്ഷ. പ്ലസ് ടുവിൽ പഠിക്കുന്ന കുട്ടി പോയിട്ട് മദ്യപാനം നടത്തുന്നുണ്ട് എന്ന വാർത്ത വീട്ടിൽ പോയി പറയുമ്പോൾ എൻ്റെ മകനെ പറ്റി ഇല്ലാകഥ പറഞ്ഞാൽ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും എന്ന് പറഞ്ഞ പിതാവ് മലപ്പുറം ജില്ലയിലായിരുന്നു. നമ്മൾ തിരിച്ചറിയണം. അടുത്ത വർഷം സന്നദ്ധ സംഘടനയുടെ പ്രവർത്തകന്മാർ ഈ കുട്ടിയുടെ ബോധം നഷ്ടപ്പെട്ടു പോയ ശരീരം വീടിന്റെ തായ്വരയിലേക്ക് ഇട്ടുകൊടുത്തിട്ട് പറഞ്ഞു, ഇപ്പം നിങ്ങൾക്ക് ബോധ്യമായോ നിങ്ങളുടെ മകൻ കള്ളുകുടിയനാണ് എന്ന്. എന്തിനേറെ പറയണം, ഞാൻ ഒരു യാഥാർത്ഥ്യം കൂടി ഇവിടെ പറയുന്നു. 2 ആഴ്ച മുമ്പാണ് പടമുകളിലുള്ള എൻ്റെ മഹല്ലുകാരനായിരിക്കുന്ന സഗീർ എന്ന് പറയുന്ന ദീനീ ബോധമുള്ള ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ വയനാട്ടിലേക്ക് തൻ്റെ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി പോകുന്നു. വയനാടിലെ മീനങ്ങാടിക്കടുത്തുള്ള കൽപ്പറ്റക്കപ്പുറത്തുള്ള ഒരു പ്രദേശത്ത് റിസോർട്ടിൽ തൻ്റെ സുഹൃത്തിൻ്റെ കൂടെ തൻ്റെ കച്ചവട ആവശ്യത്തിൻ്റെ ഭാഗമായിട്ട് തങ്ങുന്നു. എന്നാൽ രാത്രി 11:30 മണി കഴിഞ്ഞപ്പോൾ തൊട്ടപ്പുറത്തെ റിസോർട്ടിൽ നിന്ന് ഭയങ്കര ബഹളം, പ്രകൃതിയെ തന്നെ മലീമസമാക്കിക്കൊണ്ടിരിക്കുന്ന ബഹളം. അവസാനം ഞങ്ങൾ അങ്ങോട്ട് പോയി. സഗീർ പങ്കുവെക്കുന്നു വിഷയം. ഞങ്ങൾ അങ്ങോട്ട് പോയി എന്ന് മാത്രമല്ല, ഈ കുട്ടികളെ ഞങ്ങൾ വാച്ച് ചെയ്തു. രാത്രി 11:30 മണിക്ക് ശേഷം 12 മണി മുതൽ 1 മണി വരെ ഈ കുട്ടികൾ നൃത്തം ചവിട്ടുകയാണ്. അവിടെ മദ്യവിൽപ്പന നടക്കുന്നു. അന്വേഷണം നടത്തിയപ്പോൾ 20 മുതൽ 25 വയസ്സിന്റെ ഇടയിലുള്ള നല്ല ചെറുപ്പക്കാര് കുട്ടികൾ. ഞങ്ങൾ ഒന്നുകൂടി അവരെ വാച്ച് ചെയ്തു. അരമണിക്കൂറോളം അവരെ നിരീക്ഷിച്ചതിന്റെ ശേഷം അവരെ ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടി അവരിൽ ഒരാളായി മാറാൻ ഞങ്ങൾ വിധിക്കപ്പെട്ടു. അവസാനം അഭിനയത്തിന്റെ ഭാഗമായി ഞങ്ങൾ അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഈ കാര്യങ്ങൾ ആക്ടിവിറ്റീസ് ഒക്കെ ഞങ്ങൾക്ക് വലിയ ഇഷ്ടമായി, എന്താണ് സംഭവം? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ പരിപാടി അറേഞ്ച് ചെയ്തതാണ്. ഇവിടെ ഒരു ഫോം ഫില്ലപ്പ് ചെയ്ത് കൊടുത്താൽ ഇത്ര വാർഡ്സ് ഉപയോഗിക്കാനുള്ള ഫെസിലിറ്റി പെർമിഷൻ കിട്ടും, ഞങ്ങൾക്ക് പരിപാടി നടത്താനുള്ള പെർമിഷൻ കിട്ടും. ഇന്ന് ഞങ്ങൾ നടത്തുന്ന പ്രോഗ്രാമിന്റെ പേര് DJ ഫംഗ്ഷനാണ്. അപ്പോൾ DJ ജോളി എന്ന് പറയുന്ന DJ ഫംഗ്ഷൻസ് ആണ് കോഴിക്കോട് എറണാകുളത്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഡൽഹി ജോളി പോലെയുള്ള ജോളികൾ, ഈ ജോളിയാണ് അവിടെയും നടന്നുകൊണ്ടിരിക്കുന്നത്. സഗീർ ഇത് സൂക്ഷ്മമായി നിരീക്ഷണം നടത്തിയതിന്റെ ശേഷം വിനീതനായ എൻ്റെ അടുത്ത് പങ്കുവെച്ചത് ഞാൻ ഇപ്പോഴും ഞെട്ടലോട് ഓർത്തു പോവുകയാണ്. ഈ കുട്ടികൾ നഖം നീട്ടി വളർത്തിയ കുട്ടികളുണ്ട്. എന്നിട്ട് ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിന്റെ അകമ്പടിയോടുകൂടെ സംഗീതം അങ്ങനെ അരങ്ങ് തകർക്കുമ്പോൾ ഇവർ മദ്യപിച്ചിട്ട് നൃത്തം ചെയ്യുന്നതിന്റെ കൂടെ ഈ മാരകമായിരിക്കുന്ന മൂർച്ചയേറിയ അവരുടെ ശരീരത്തിൽപ്പെട്ട നഖം ഉപയോഗിച്ച് അവരുടെ സ്കിന്നിൽ തൊലി പൊട്ടിക്കുന്നു. അതിൽ ബ്ലഡ് വരുന്നു. ഈ ബ്ലഡ് വരുന്ന ഭാഗത്ത് നമ്മളൊക്കെ ലാബിൽ പോയി കഴിഞ്ഞാൽ ലാബ് ടെക്നീഷ്യൻ നമ്മുടെ ബ്ലഡ് എടുത്തതിന്റെ ശേഷം ഒരു സ്റ്റിക്കർ, റൗണ്ട് സ്റ്റിക്കർ പതിക്കും പോലെ ഈ കുട്ടികൾ സ്വന്തം നഖം കൊണ്ട് മാരകമായി മുറിവാക്കി ബ്ലഡ് വരുന്ന ഈ ഭാഗത്ത് ഈ കുട്ടികൾ തന്നെ ഒരു പ്രത്യേകതരം റൗണ്ടിലുള്ള സ്റ്റിക്കർ പതിക്കുന്നു. എനിക്ക് കാണാൻ സാധിച്ചു. അവൻ പറയുന്നു, ചില ആളുകളുടെ കയ്യിൽ ഞങ്ങൾ സ്റ്റിക്കർ കണ്ടു, ചില ആളുകളുടെ നെറ്റിത്തടത്തിലായിരുന്നു, ചില ആളുകളുടെ ചുണ്ടിന്റെയും താഴ്ചുണ്ടിന്റെയും കീഴ്ത്താടിയുടെയും ഇടയിലായിരുന്നു. അവസാനം ഞങ്ങൾ അന്വേഷിച്ചു. അവരുടെ ഭാഗമായി നിന്നിട്ട്, മക്കളെ, നിങ്ങൾ ഈ ഒട്ടിപ്പ് പിടിച്ചതായിരിക്കുന്ന ഈ സ്റ്റിക്കറിന്റെ ഫംഗ്ഷൻ എന്താണ്? അവര് പറയാൻ 2500 രൂപ മുതൽ 5000 രൂപ വരെയാണ് ഈ സ്റ്റിക്കറിന്റെ റേറ്റ്. ഒരു പിടുത്തവും കിട്ടില്ല. അപ്പൊ അവര് പറഞ്ഞു, നമ്മൾ സാധാരണ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന മദ്യം നമുക്ക് അല്പനേരത്തെ ആസ്വാദനേ തരുള്ളൂ, മയക്കേ തരുള്ളൂ. എന്നാൽ ഇതങ്ങനല്ല. ഒരു മദ്യത്തിന്റെ 4 ഇരട്ടി എഫക്റ്റീവാണ് ഈ പദാർത്ഥം. ചെരസ്, ഹീറോയിൻ, കറുപ്പ്, കൊക്കൈൻ എന്നൊക്കെ പറയുന്ന മദ്യത്തിന്റെ 4 ഇരട്ടി മാരക വിഷാംശങ്ങൾ പ്രദാനം ചെയ്യുന്ന ലഹരി വസ്തുക്കളാണ് ഞങ്ങൾ ഇവിടെ ഒട്ടിച്ചു വച്ചിരിക്കുന്നത്.
അപ്പൊ ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുന്ന ഈ സ്ഥലത്ത് ഇത് ഒട്ടിച്ചു കഴിയുമ്പോൾ ബ്ലഡിലേക്ക് ഇതിനെ എന്ത് ചെയ്യുന്നു, സന്നിവേശിപ്പിക്കപ്പെടുന്നു. അവസാനം അത് ബ്ലഡിൽ ലയിക്കുന്നു. അതോടുകൂടെ ശരീരത്തിന്റെ എവറി പാർട്സ് ഓഫ് ദി ഹ്യൂമൻ ബോഡി, എല്ലാ ഭാഗത്തേക്കും ഇതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നു. ശരീരം തന്നെ മൊത്തത്തിൽ ഒരു ആത്മനിർവൃതിയിലേക്ക് ഇവനെ കൊണ്ടുപോകുന്നു. ഇങ്ങനെ അവനും ഒരു ലഹരിയുടെ അടിമയാകുന്നു. ഈ കുട്ടികളുടെ പശ്ചാത്തലം ഓരോ പേരും ചോദിച്ചിട്ട് ഇവർ പഠനം നടത്തുമ്പോൾ 10-20 പിള്ളേരെ കൂട്ടത്തിൽ 2 പയ്യന്മാരെയാണ് നോൺ മുസ്ലിംസ് ആയിട്ട് കണ്ടെത്താൻ സാധിച്ചത്. ബാക്കി മുഴുവൻ കൗമാൻ, അതും NRI ഫാമിലിയിലെ മക്കള്. എന്താ കാര്യം? നല്ല അഭ്യസ്തവിദ്യരും ബിസിനസ്സുകാരുമായിരിക്കുന്ന പ്രവാസികൾ ഇവരെ മക്കളെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക് പഠിപ്പിക്കാൻ പറഞ്ഞയച്ച് അവസാനം ഹോസ്റ്റൽ സംവിധാനം ഉപയോഗപ്പെടുത്തിയിട്ട് പഠിക്കുന്ന മക്കൾ, ഉമ്മ വീട്ടിൽ ഉറങ്ങുന്നത് എൻ്റെ കുഞ്ഞുമോൻ ഹോസ്റ്റലിൽ അച്ചടക്കത്തോടു കൂടെ പഠിക്കുക എന്നുള്ള സമാധാനത്തിൽ, വാപ്പ ഗൾഫിൽ അധ്വാനിക്കുന്നത് എൻ്റെ കുഞ്ഞുമോൻ ഹോസ്റ്റലിൽ അച്ചടക്കത്തോടു കൂടെ ഭാവിയെ നെയ്തെടുക്കുകയാണ് എന്ന സമാധാനത്തിൽ ഇവനെന്താ പണി? വയനാട് റിസോർട്ടിൽ പോയിട്ട് ഇരുകാലി പോത്താവാനുള്ള പണിയാണ് ഇവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എവിടെ എത്തി നമ്മുടെ സമുദായം? അതിൽ കോഴിക്കോട്ടുകാരന്റെ മക്കളുണ്ട്, അതിൽ തൃശ്ശൂരുകാരന്റെ മക്കളുണ്ട്, മലപ്പുറത്തുകാരന്റെ മക്കളുണ്ട്. നമ്മൾ ആലോചന നടത്തേണ്ടതുണ്ട്. 10-20 കുട്ടികളിൽ നിന്ന് 2 ആളുകളെ മാത്രം മാറ്റി നിർത്തിയാൽ ബാക്കി മുഴുവൻ സമുദായത്തിൽ അംഗങ്ങളായിരിക്കുന്ന കുട്ടികൾ എന്ന് പറയുമ്പോൾ ജീവിതത്തിന്റെ എല്ലാ തിരക്കളിലേക്കും തരങ്ങളിലേക്കും സർവ്വസ്വാതന്ത്ര്യത്തോടുകൂടെ നൂല് പൊട്ടിപ്പോയ പട്ടം പോലെ, നിർവ്വാണം കിട്ടാത്ത അപ്പൂപ്പത്താടി പോലെ, പ്രേതം പോലെ അലഞ്ഞു തിരിയാൻ മാപ്പിളയുടെ മക്കൾ വിധിക്കപ്പെടുകയാണ്. നമ്മുടെ മക്കൾ ബലിയാടുകളാവുകയാണ്, നമ്മുടെ മക്കൾ ബലിയാധാരമാവുകയാണ്. ഈ ചൂഷണം എങ്ങനെ അവസാനിക്കും? ഐ വാസ് എ ഡ്രഗ്സ് അഡിക്റ്റ് എന്ന് പറഞ്ഞിട്ട് രവീന്ദ്ര സിംഗിന്റെ ഒരു പുസ്തകമുണ്ട്. ഞാനൊരു ലഹരിയുടെ അടിമയായിരുന്നു. 24-ാമത്തെ വയസ്സിൽ രവീന്ദ്ര സിംഗ് ലഹരിയുടെ അടിമയായി പോയതിന്റെ പേരിൽ മരണപ്പെട്ടു. എന്റെ ഗതി വേറെ ആർക്കും ഉണ്ടാകരുത് എന്ന് കരുതിയിട്ടാണ് രവീന്ദ്ര സിംഗ് ഒരു പുസ്തകം ഇറക്കിയത്. ഐ വാസ് എ ഡ്രഗ്സ് അഡിക്റ്റ്. ഞാൻ ഇതിന്റെ അടിമയായിരുന്നു. എത്ര മാരകമായിരിക്കുന്ന, ദയനീയമായിരിക്കുന്ന കഥകളാണ് ഇതിലൂടെ ചിത്രീകരിക്കപ്പെടുന്നത്. എന്നാൽ ആ പുസ്തകത്തിലെ കഥാപാത്രമായിരിക്കുന്ന പുതിയ രവീന്ദ്ര സിംഗുമാർ നമ്മുടെ കുടുംബത്തിൽ നിന്ന് തല ഉയർത്തി കടന്നു വരുന്നു എന്ന് പറയുമ്പോൾ ഒരർത്ഥത്തിൽ ഇവരാകും നമ്മുടെ കുടുംബത്തിന്റെ അന്തകർ. ഒരു പദപ്രയോഗമുണ്ടല്ലോ, മനുഷ്യൻ അവന്റെ സാഹചര്യത്തിന്റെ അടിമയാണ്. ആക്ച്വലി അതാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാം നമ്മുടെ സാഹചര്യത്തിന്റെ അടിമകളായി പോയിക്കൊണ്ടിരിക്കുന്നു പുതിയ നൂറ്റാണ്ടിൽ, പുതിയ ലോകത്തിൽ. അതുകൊണ്ട് ഞാൻ വിശദീകരിക്കല്ല. നമ്മുടെ കാലാവസ്ഥ നമുക്ക് അനുകൂലമല്ലാതായി പോയി. അൽഹംദുലില്ലാ, മഴയാണ്, ആവശ്യമാണ്. ലാ തസബ്ബു ദഹ്ർ ഇന്നമാ അന ദഹ്ർ. കാലത്തെ പഠിക്കരുത്, കാരണം ഞാൻ താൻ കാലം. അള്ളാഹു നമ്മളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതൊരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ നമുക്ക് അനുകൂലമായിട്ട് ഭവിക്കേണ്ട പേമാരിയുടെ ശീകരങ്ങളാവാം എന്ന് നമ്മൾ സമാധാനം കൊള്ളണം. പക്ഷേ നമ്മുടെ സദസ്സിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യമുണ്ടായിരുന്ന ആ ഒരു പ്രൗഢിക്ക് ഭംഗം വരുത്തിയത് ഇത്തരത്തിലുള്ളൊരു സാഹചര്യമാണ്. പോട്ടെ, എല്ലാം വിധിയാണ്, നമ്മൾ വിധിയിൽ വിശ്വസിക്കുന്നു. അജബല്ലി അംറിൽ മുഅ്മിൻ ഇൻ അസാബഹു സറാഉ ശകർ ഇൻ അസാബഹു ലറാഉ സബർ. സറായിൽ ശുക്ർ ചെയ്യാനും ലറായിൽ സബർ ചെയ്യാനും പഠിപ്പിക്കുന്ന മതത്തിന്റെ ദൃഷ്ടാന്തത്തിന്റെ വക്താക്കളാണ് നമ്മൾ. അള്ളാഹു ആ ശക്തി നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെ ഭാവിയുടെ വരദാനങ്ങളാക്കിയിട്ട് വാർത്തെടുക്കുമാറാവട്ടെ. നാളെയും മറ്റന്നാളുമായിട്ട് ഇവിടെ നമ്മുടെ അൽ ഇഹ്സാൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ പ്രൗഢമായിരിക്കുന്ന ഇസ്ലാമിക മതപ്രഭാഷണത്തിന്റെ ബോധന സദസ്സുകൾ അരങ്ങേറുമ്പോൾ, ഇന്ന് ഉദ്ഘാടന സെഷൻ ആയതുകൊണ്ട് തന്നെ രാഷ്ട്രീയ, സാംസ്കാരിക, വിദ്യാഭ്യാസ, നവോത്ഥാന, പൊതുമേഖല, ആത്മീയ മേഖല, ഇവിടെയൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഉന്നത വ്യക്തിത്വങ്ങളെ കൊണ്ട് നമ്മുടെ ഇന്നത്തെ വേദി സമ്പന്നമായിരുന്നു എന്നതുകൊണ്ടും നമ്മുടെ പരിപാടി അക്ഷരാർത്ഥത്തിൽ തുടക്കം കുറിക്കാൻ സാവകാശം വേണ്ടി വന്നു, സമയമെടുക്കേണ്ടി വന്നു. നാളെ നേരത്തെ തുടങ്ങണം എന്ന് സംഘാടകർ അറിയിച്ചിട്ടുണ്ട്. എല്ലാവരും നമ്മുടെ സദസ്സിനെ ഭംഗിയാക്കണം. അള്ളാഹു നമുക്ക് പുണ്യം പ്രദാനം ചെയ്യുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്ത് പിരിയാം. മഴ തുള്ളിയിട്ട് കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലൊക്കെ നമ്മൾ നടത്തുന്ന ദുആ അഖറബു ഇലൽ ഇജാബ. മഴ പെയ്യുമ്പോൾ അല്ലെങ്കിൽ മഴയുടെ പേമാരിയുടെ തുള്ളികൾ ഭൂമിയിലേക്ക് നിർഗളിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യം